ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാവേ. തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 വലിയ തക്കാളി, ഒരു 3 നല്ല പച്ചമുളക്, എരിവുള്ള പച്ചമുളക് വേണേ, 3 എണ്ണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഈ തക്കാളിയും കൊഞ്ചും കൂടെ കിടന്ന് വേവാനുള്ള ഒരു വെള്ളം. ഇനി ഇത് അരപ്പിന് തേങ്ങയും 2-3 ചുവന്നുള്ളി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ചെമ്മീൻ, ഒരു 10-15 ചെമ്മീൻ മതി. ഇതൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ, ചെമ്മീൻ കൊണ്ടുള്ള ഒഴിച്ചു കറിയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണേ. ചെമ്മീന് വലിയ വേവില്ല, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെമ്മീൻ വെന്ത് കിട്ടുവേ. നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇനി ഇത് തുറന്ന് നോക്കാവേ. ചെമ്മീനൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിനകത്ത് ഞാൻ കുറച്ച് ചെമ്മീനെ ഇട്ടിട്ടുള്ളൂ, അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തിളയ്ക്കണ്ട കേട്ടോ, തിളയ്ക്കാതെ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അങ്ങ് തീ ഓഫ് ചെയ്താൽ മതി. ഉപ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടോ എന്ന് നോക്കിക്കോണേ. നമ്മൾ ഈ മോരൊക്കെ കാച്ചുമ്പം പറയത്തില്ലേ തിളയ്ക്കണ്ട, അത് നല്ലപോലെ ആവി വന്നിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതിയെന്ന്. അത് തന്നെയാണ് ഇതിലുവേ. ഈ ചെമ്മീൻ കറി, ഇങ്ങനെ വെക്കുന്ന ചെമ്മീൻ കറിക്ക് അങ്ങനെ ചെയ്താൽ മതി. നല്ലപോലെ ആവി വന്നാൽ മതി. നന്നായിട്ടിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേനും കറി റെഡിയാവും. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കറിയായത് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കണ്ടോ, നല്ല പോലെ ആവി വന്ന്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ അരച്ചത് ഇങ്ങനെ പിരുപിരാന്ന് കിടക്കുമെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കറിക്ക് ഇങ്ങനെ വല്ലാതെ തിളച്ച് പോകരുതെന്ന്. അപ്പോൾ ഈ പീര പോലെ കിടക്കും, അങ്ങനെ അങ്ങ് തിളച്ച് കഴിയുമ്പോഴെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ഞാനും അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് കടുക് വറുത്തിട്ടാൽ മതി. ചെറിയൊരു കടായി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പം നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണേ. ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. തീ ഓഫ് ചെയ്ത് കൊടുക്കണേ. തീ ഓഫ് ചെയ്തിട്ട് സ്വല്പം കാശ്മീരി മുളക് പൊടി, സ്വല്പം മതിയേ. തീ ഓഫ് ചെയ്തിട്ട് ഇടാവുള്ളതേ, അല്ലെ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ഇടുന്നത് ഈ ഒരു ഭംഗിക്ക് വേണ്ടിയും കൂടെ കേട്ടോ. ആ ഒരു മഞ്ഞ കളറിനകത്ത് ഈ കളർ വരുമ്പോഴേ നല്ല ഭംഗിയാണ് അത് കറിയൊക്കെ കാണാൻ. നമ്മൾ കറിയൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ മേളിലൊക്കെ കൊണ്ട് വെക്കുമ്പോഴേ കഴിക്കാൻ വരുന്നവർക്ക് അത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഭംഗിയും വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല മുളകരച്ച മീൻ കറി, അല്ലെങ്കിൽ എഗ് റോസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മെഴുക്ക് പുരട്ടികൾ, കൂർക്കയോ അല്ലെ പൊട്ടറ്റോയോ അല്ലെ പയർ മെഴുക്ക് പുരട്ടി, അങ്ങനെയുള്ള മെഴുക്ക് പുരട്ടികളുടെ കൂടെയും ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. താങ്ക് യു.